എല്ലാവരും എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, എൻ്റെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു പാത്രക്കടയിലാണ് ഇരിക്കുന്നത്. ഞാനിനി അവിടെ ചെന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഇവളെന്താ പാത്രക്കടയിലൊക്കെ കൊടുത്ത് പറഞ്ഞ് ചെയ്യിച്ചതാണോ ഈ സിൽവർ ബട്ടൺ എന്നൊക്കെ. സംഭവം അതൊന്നുമല്ല. കുറച്ച് ദിവസമായി നമ്മുടെ ഈ ഒരു പ്ലേ ബട്ടൺ വന്ന് കിടക്കുന്നു. അത് കാട്ടാക്കടയാണുള്ളത്. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് അവർ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്നെങ്കിലും എത്തിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി എത്തിക്കാം, ഞങ്ങൾ പേയാട് വഴി പോകുന്നുണ്ട്, അപ്പോൾ പേയാട് എവിടെയെങ്കിലും കൊടുത്തിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി എന്താ ഇനി വീണ്ടും വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞ് ഡിലേ ആക്കണ്ട, ഓക്കെ പേയാട് എവിടെയെങ്കിലും കൊടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം പാത്രങ്ങളൊക്കെ വാങ്ങുന്നത് നമ്മുടെ രാജാ മെറ്റൽസിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കൊറിയർ വരും, ഒന്ന് വാങ്ങി വെച്ചേക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ സന്തോഷത്തോടെ വാങ്ങി വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാജാ മെറ്റൽസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവർ അവിടെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രക്കടയിൽ നിന്ന് നമ്മുടെ പ്ലേ ബട്ടൺ കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. വന്ന പാടെ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എൻ്റെ കൊറിയർ ഉണ്ടോ? കൊറിയർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചുമ്മാ പറയില്ലേ. അപ്പോൾ പറഞ്ഞു ദേ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് പ്ലേ ബട്ടണാണ് നിങ്ങളുടെ ഈ പാത്രക്കടയിൽ ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേ നമ്മുടെ ഈ സിൽവർ പ്ലേ ബട്ടണും വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലല്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. പിന്നെ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ചിലവൊന്നും കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ചീമ ഇപ്പോൾ ഇവിടെ ഇല്ല, സ്ഥലത്തില്ലാത്തത് കൊണ്ട്. ചീമ വന്ന ശേഷം മാത്രമേ ഇനി ഇതിനെപ്പറ്റി ഒരു ചിലവൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഒരു ഫംഗ്ഷനും ചീമ ഉണ്ടാവാറില്ല. ഇനി ഒരു 2-3 മാസത്തേക്ക് ചീമ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ചീമ തിരിച്ച് വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുവരെ ഇങ്ങനെ പോട്ടെ, നമുക്ക് അൺബോക്സിങ് കാണാം. സോ ഫൈനലി നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഞാനും വേദക്കുട്ടിയും കൂടി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി നമ്മളിത് അൺബോക്സ് ചെയ്തായിരുന്നു. നെറ്റേത്താണിത് വാങ്ങിയിട്ട് ഞാൻ നേരെ പോയത്. ഒന്ന് ഫ്രീ ആയ ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, എങ്ങനെ ഇരിക്കും ഏതാണെന്നുള്ള കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അമ്മയ്ക്കും അച്ഛനും കാണിച്ചു കൊടുത്ത ശേഷം നേരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇനിയാണ് നമ്മൾ ശരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എവിടെ ഫിക്സ് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്താലോ? നമ്മുടെ പ്ലേ ബട്ടൺ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയ ഒരു സാധനമാണിത്. അപ്പോൾ നിങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പം നിങ്ങളും കൂടെ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ, യെസ്. ആദ്യം തന്നെ നമുക്കൊരു ലെറ്റർ എല്ലാം യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതൊന്നും സത്യമായിട്ട് ഞാൻ റീഡ് ചെയ്ത് പോലും നോക്കിയില്ല. കാരണം നിങ്ങൾക്കൊപ്പം മാത്രമേ ഇതൊക്കെ റീഡ് ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു കാണാൻ അച്ഛനും അമ്മയ്ക്കും ഒന്ന് കാണിച്ചു കൊടുത്ത ശേഷം കൊണ്ടുവരാം എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതെന്താണെന്ന് പോലും ഞാൻ റീഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യട്ടെ. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ, യുവർ 100th or your 1000th subscriber? Chances are you do, and we know that you will definitely remember. അത് നമ്മളിങ്ങനെ ഈ പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ ഒരു അപ്രിസിയേഷൻ ലെറ്ററാണിത്. ഓക്കെ, യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന്. അത് വായിക്കാനാണെങ്കിൽ കുറച്ചുണ്ട്, നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും വായിക്കാനായിട്ട്. മീൻസ് കാണുന്ന നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നതുകൊണ്ടാണേ. അത് കഴിഞ്ഞൊരു കുഞ്ഞ് കാർഡുണ്ട്. കൺഗ്രാജുലേഷൻ ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ്. എന്താ ഞാൻ റീഡ് ചെയ്തില്ല. സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ. അതും കുറച്ച് അങ്ങനെ നമ്മുടെ യൂട്യൂബിനെ പറ്റി യൂട്യൂബ് തരുന്ന ഒരു കൺഗ്രാജുലേഷൻ ലെറ്ററും കാർഡും ഒക്കെയാണ്. ഫൈനലി യെസ്, ഇതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ പരിശ്രമിച്ചത്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി എന്താണ് വേണ്ടത്? ഗോൾഡൻ പ്ലേ ബട്ടൺ. അത് കിട്ടാൻ കുറച്ച് താമസിക്കും തോന്നുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ഗോൾഡൻ പ്ലേ ബട്ടണും ഉടനെ തന്നെ സ്വന്തമാക്കാം. ഓപ്പൺ ചെയ്തേതാ? വേദിക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, ഓപ്പൺ ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട്. യെസ്, ഒരു കുഞ്ഞ് പ്ലേ ബട്ടൺ കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. ഫസ്റ്റ് ടൈമാണ് ഈ സാധനം ഞാൻ നേരിട്ട് കാണുന്നത്. പലരുടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കൈകൊണ്ട് തൊട്ട് നേരിട്ട് കാണുന്ന ഒരു സംഭവം. ഞാൻ വായിക്കട്ടെ. പ്രസന്റഡ് ടു ശ്രീകുട്ടി ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ്. ഇതെനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവാർഡ് കേട്ടോ. വലിയ ഒരു ബിഗ് അവാർഡാണ് യൂട്യൂബിൻ്റെ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ആയിട്ടില്ല. നമുക്കിനി ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ, പിന്നെ എന്താ ഡയമണ്ട് പ്ലേ ബട്ടൺ, പിന്നെന്താ 2 സിൽവർ പ്ലേ ബട്ടൺ, വേറെന്തോ ഒരു പ്ലേ ബട്ടൺ കൂടി ഉണ്ട്. അതെല്ലാം സ്വന്തമാക്കിയില്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കൂടി പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് സ്വന്തമാക്കാം. റെക്കഗ്നൈസ് യുവർ ടീം വേറൊരു കാർഡാണ്.
share the recognition by allowing your team to purchase a personalized creator award. ഇതാണ് എന്താ സംഭവം? 3. അടുത്ത ബട്ടൺ അല്ലേ, സിൽവർ, ഡയമണ്ട്, പിന്നെ റെയർ ആയിട്ട് കിട്ടുന്നതാണ് മറ്റൊരു അവാർഡ് പ്ലേ ബട്ടൺ. അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ഡയമണ്ട്. അത് ഡയമണ്ട്, ഇത് സിൽവർ, ഡയമണ്ട്, ഗോൾഡൻ പ്ലേ ബട്ടൺ. അപ്പോൾ ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആണ്. അത് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം നിങ്ങളോടൊരു താങ്ക്സ് കൂടെ പറയുകയാണ്. ഞാൻ മുന്നേ നമ്മുടെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ ഒരുപാട് താങ്ക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞാണെങ്കിലും മതിയാവത്തില്ല. ഇത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ ഒരു ബിഗ് താങ്ക്സ് നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. ഇപ്പോൾ 1 lakh കഴിഞ്ഞ് വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ വീട്ടുകാരായിരിക്കും. ആദ്യം മുതലേ എന്നോടൊപ്പം ഉള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ആദ്യം മുതലേ എന്നോടൊപ്പം ഉള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ഇനി എവിടെ തൂക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ആണി അടിച്ചാൽ മാത്രമേ, അല്ലാണ്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. പക്ഷേ ആണി അടിച്ച് തൂക്കാനുള്ള 2 സെറ്റപ്പ് ഉണ്ട് കേട്ടോ, ഹോളുണ്ട്. അപ്പം ഞാൻ ആണി അടിക്കാനായിട്ട് നമ്മളൊരു പ്ലംബറെല്ലാം വിളിച്ചിട്ടുണ്ട്. അവർ വരികയാണെങ്കിൽ നമുക്ക് ആണി അടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ തൽക്കാലം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. എനിവേ താങ്ക് യു സോ മച്ച്.